ഹലോ ഫ്രണ്ട്സ്, മോട്ടോർ വ്ളോഗ്സ് ജോയിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. സാധാരണക്കാരൻ്റെ ചാനലിൽ സാധാരണക്കാരന് വേണ്ടി. അപ്പോൾ ഇത് ഡ്രീംസ് കാറിലെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഇതൊക്കെ ഇവിടെ നോട്ടിട്ട് അതെ ആ സൈഡിൽ നിന്ന് തൊട്ടിട്ട് അറ്റം വരെയുള്ള വണ്ടികൾ മുഴുവൻ നമ്മൾ കാണിച്ച്, അതായത് 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെയുള്ള സാധാരണ പറ്റിയ ബഡ്ജറ്റ് വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചാനൽ ആ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് നോക്കട്ടെ, നിങ്ങൾക്കുള്ള വണ്ടി ഉണ്ടാവും. അപ്പം നമ്മൾ ഇനി ഇവിടെ വേറെയും ബഡ്ജറ്റ് വണ്ടികൾ ഇപ്പുറത്തേക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ആ വണ്ടികളുടെ വിശേഷം നമുക്ക് നോക്കാം കേട്ടോ, അല്ലേ? അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ ചാനൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെടുത്തി. ഒന്നും ഇങ്ങോട്ട് മതിയോ, ഇതാണ് നമ്മുടെ അർണോൾഡ്, നമ്മുടെ ഡ്രീംസ് കാറിന്റെ മുതലാളി, നമ്മുടെ സുഹൃത്തും. അപ്പൊ പുള്ളിയാണ് നമ്മുടെ വണ്ടികളിലൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ പറയണത്. അപ്പൊ നമ്മള് യുവാക്കളെ നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ് അങ്ങോട്ട്. അപ്പൊ ഇനിയിപ്പോ ഉള്ളത് നമുക്ക് ഇത് ഈക്കോകൾ തന്നെ നിരത്തി 3 എടുക്കുന്നുണ്ട്. 3 ഈക്കോ നിരന്ന് ഇങ്ങനെ കിടക്കാണ്. നോക്കി ഫോട്ടോ എടുക്കാൻ പറ്റിട്ട് നിരന്ന് കിടക്കാണ് 3 ഈക്കോ. ഫാമിലി ആൾക്കാർക്ക് പറ്റിയ 3 വണ്ടികള്. അത്യാവശ്യം ലഗേജ് കൊണ്ടുപോകാം, AC വണ്ടിയാണ്. മൂന്നും AC വണ്ടിയാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഈ കുറെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 2018 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 45,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. കമ്പനി സർവീസ് വണ്ടി, കമ്പനി സർവീസ് ഉള്ള വണ്ടി. 45,000 സിംഗിൾ ഓണർ. ഇതൊക്കെയാണ് നോക്കേണ്ട കാര്യം. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണർ, കമ്പനി സർവീസ് ആണ്. 5 സീറ്റ് AC ഫുൾ ഓപ്ഷൻ. അതെ അതെ. മേജർ ആയിട്ടുള്ള അത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. മേജർ ആയിട്ടുള്ള അങ്ങനെ ചെറിയ തട്ടുമുട്ടക്കല്ലാണ്ട് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ്, അതുപോലെ വലിയ കണക്കിലുള്ള റീപ്ലേസ്മെന്റ്, ഫ്ലഡ്, അങ്ങനത്തെ കംപ്ലൈന്റിലുള്ള വണ്ടികളൊന്നും ചെയ്യണില്ല എന്നാണ് മുതലുള്ള വീഡിയോയിൽ തന്നെ ആ ഉറപ്പ് വന്നിട്ടുള്ളതാണ്. ആ ഒരു ഉറപ്പിന്റെ നമ്മൾ വണ്ടി നോക്കുകയും ചെയ്തു. അതൊക്കെ സത്യമാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പൊ വണ്ടികൾ ആ ഒരു കാര്യത്തിലേക്ക് വിശ്വസിക്കാം. വണ്ടികളിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികളായിരിക്കും. നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ വണ്ടികൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ വില എങ്ങനെയാണ്? ഇത് 395. 395 റുപ്യാണ്. 3,90,000 ഇക്കോ നല്ല ഡീലാട്ടോ. ഈ പറഞ്ഞ പോലെ സിംഗിൾ ഓണർ ആണ്, ലോ കിലോമീറ്റർ മോഡൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വേറെ തന്നെ സെക്കൻഡ് ഓണർ 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി സർവീസ് വണ്ടിയാണ്. കമ്പനി സർവീസ് സീറ്റ് ഒക്കെ അടിച്ചിട്ട് സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളില് സീറ്റ് പുതിയ കാര്യങ്ങളൊക്കെ തട്ടുമുട്ട റീപ്ലേസ് ഒന്നും ഇല്ല ഇതിനും. കണ്ടീഷൻ വണ്ടിയാ. ഇതിന് എത്രയൊക്കെയാണ് ചോദിക്കുന്നത്? ഇത് 385. ഇത് 385. അത് 390. അത് സിംഗിൾ ഓണർ, ഇത് സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. പക്ഷെ ഇതിലെന്ന് വെച്ചാൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഓണർ അടിച്ച് നല്ല അടിപൊളിക്ക് വെച്ചിട്ടുണ്ട്. ഓണർ ആയിരുന്നുള്ള വണ്ടി കിലോമീറ്റർ രണ്ടും സെയിം ആണ്. രണ്ടിനും കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. സെയിം കളർ, നല്ല രസം. ഇതിൽ കുറച്ച് ഡിസൈൻ്റെ ഇതും കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ മൂന്നാമത്തെ ഇക്കോ, ഇത് 2021 മോഡല്. അതെ, പുതിയ വണ്ടി. 72,000 ഓടിയുണ്ട്. കമ്പനി സർവീസ് ഞാൻ ഇതും. അതെ അതെ, കറക്റ്റ് സർവീസ്. അപ്പൊ ഇവനെ പിടിച്ച ഏകദേശം മുന്നിലിടണമായിരുന്നു. ഇവനാണ് ഏറ്റവും പുതിയ കുറച്ചും കൂടി എയർ ബാഗ്, ABS, കുറച്ചും കൂടി ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വണ്ടി. അപ്പൊ സേഫ്റ്റി കാര്യത്തിൽ കുറച്ചും കൂടി മുന്നിൽ നിൽക്കണോ. അപ്പോൾ ഇത് എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 72,000 കമ്പനി സർവീസ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതിന് റീപ്ലേസ് ഒന്നുമില്ല. 4,15,000 രൂപ ചോദിക്കുന്നത്. അതെ, 4,15,000 രൂപ. വേറെ റീപ്ലേസ് ഇല്ല. സിംഗിൾ ഓണർ, കമ്പനി സർവീസ്, 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എല്ലാ ഭാഗവും ടിക്കപ്പോ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. എത്രയാണെന്ന് കൂടി പറഞ്ഞു? 4,15,000. 4,15,000 ആസ്കിംഗ് പ്രൈസ്. നമ്മൾ ചെറുതായിട്ട് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തു തരും. പിന്നെ ഇവിടെയുള്ള എല്ലാ വണ്ടികൾക്കും ഫിനാൻസും അവൈലബിൾ ആണ്. അതും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വണ്ടി താല്പര്യമാണെങ്കിൽ നിങ്ങൾ സ്ക്രീനിലാണെന്ന നമ്പറിൽ ആ വണ്ടിനെ കുറിച്ച് ചോദിച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. ഇവിടെ നമ്മൾ വണ്ടി ഇങ്ങനെ ജസ്റ്റ് കാണിക്കുന്നു, അതിന്റെ ഡീറ്റെയിൽസ് പറയണു. അപ്പൊ ഇതിൽ ഏതാ നിങ്ങൾക്ക് താല്പര്യമുള്ള വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക. പിന്നെ വരുന്ന ഒരു നിസാന്റെ വണ്ടിയാണ്, നിസാൻ സണ്ണി. ഈ വണ്ടിക്ക് അതെ CNG ആണ്. പെട്രോൾ വിത്ത് CNG. അത്യാവശ്യം മൈലേജ്, അതായത് ഓട്ടമുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് CNG കിറ്റ് കയറ്റിയിട്ടുള്ളവർക്കുള്ള വണ്ടി. മൈലേജ് ഉണ്ട്, അതുകൊണ്ട് മൈലേജ് എത്ര കിട്ടും ഈ വണ്ടിക്ക്? നമുക്ക് എത്ര പ്രതീക്ഷിക്കാം? ഇത് 435 ആസ്കിങ് ചെയ്യണ. 2015 മോഡല്. 2015 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 75,000 കിലോമീറ്റർ. വേറെ മേജർ തട്ടുമുട്ട കാര്യങ്ങളൊന്നുമില്ല. ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. നിസാൻ സണ്ണി നിസാന്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡലുകൾ ഒന്നാണ് നിസാൻ സണ്ണി. എനിക്കറിയുന്ന ഒരു ഫിലിം പ്രൊഡ്യൂസറുടെ കയ്യിൽ വരെ ഈ വണ്ടി ഉണ്ടായിരുന്നു. നല്ല സുഖമുള്ള വണ്ടിയാ. അതെ, ഒരു പഴയ കാലം. അത് നല്ല വണ്ടി. ആൾക്ക് ലോങ് പോകാൻ ആളെടുത്തിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു. സഡൻ നല്ല കംഫർട്ടബിൾ ജേർണി ആയിരിക്കില്ല. പിന്നെ ഇവിടെ പോളോ ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെങ്കിൽ 2012 മോഡല്. 2012 മോഡല് ഡീസലാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. 1,29 ഓടിയേക്കണു. വേറെ റീപ്ലേസ് ഒന്നുമില്ല വണ്ടി. നമ്മൾ 2,80 ചോദിക്കുന്നു. 2,80 ആസ്കിംഗ് പ്രൈസ്.
ഇപ്പൊ പോളോ നോക്കണമെന്നുണ്ടെങ്കിൽ പോളോ ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ് അടക്കമുണ്ട് അല്ലേ? വലിയ ആരാധക വൃന്ദമുള്ള ഒരു വണ്ടിയാണ് പോളോ എന്ന് പറയുന്നത്. പോളോ GT ഇതാണ്. അപ്പൊ നല്ലൊരു വണ്ടിയാണ് വോക്സ് വാഗന്റെ. ഇപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് എത്ര പറഞ്ഞ 2,80,000 ചോദിക്കണു. 2,80,000 ലോണും കിട്ടും. ഇപ്പൊ ഏറ്റവും വലിയ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ല രീതിയിൽ ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചെറിയ എമൗണ്ട് ഡൗൺ പേയ്മെന്റ് ചെയ്ത് നമുക്ക് വണ്ടി ഇറക്കാനുള്ള ഒരു ഫെസിലിറ്റി നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്തിരുന്നതാണ്. പിന്നെ ഇവിടെ ഉള്ളത് പിന്നെ ടൊയോട്ടയുടെ എറ്റിയോസ് ലിവ പെട്രോള് 2015 മോഡൽ വണ്ടി. 2015 മോഡല്. സെക്കൻഡ് ഓണർ 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോള്. ഇത് എറ്റിയോസ് എന്ന് പറയുമ്പോൾ ഞാൻ ടൊയോട്ടയുടെ വണ്ടിനെ കുറിച്ച് കൂടുതൽ നമ്മൾ വിവരിക്കേണ്ട കാര്യമില്ല. ഹോണ്ടയും ടൊയോട്ടൊക്കെ റീസെയില് യൂസ്ഡ് കാർ മാർക്കറ്റിലെ രാജാക്കന്മാരാണ്. ഇതിന്റെ തന്നെ മറ്റേ വലിയ മുള്ളാണ് എറ്റിയോസ് ആണ് എല്ലാവരും ടാക്സി ആയിട്ട് എടുക്കുന്നത്. അതിന് മെയിൻ്റെനൻസ് നോക്കണ്ട, ഒരു തലവേദന ഇല്ലാത്ത വണ്ടിയാണ്. അപ്പൊ ഇത് ഇപ്പൊ എത്രക്കാ ചോദിക്കണം? ഇത് 4,50,000 ചോദിക്കണു. 4 ലക്ഷം ലോണ് കയറും വണ്ടിമേ. അപ്പൊ അതൊക്കെയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് 75,000 കിലോമീറ്റർ 2015 മോഡല്. നല്ല അടിപൊളി ഗ്യാരണ്ടി കളർ, കാണാനും രസമുണ്ട്. ഇനി ഇവിടെ ഗ്രാൻഡ് ഐട്ടൺ നിയോസ്. അപ്പൊ അത് ഇങ്ങോട്ട് വരാ, ഓടിപ്പോന്നോളൂ. നമ്മുടെ ക്യാമറമാൻ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ കിടക്കണായിരുന്നു. ഇതിന്റെ എല്ലാത്തിന്റെ ഇടയിലൂടെ ഇങ്ങനെ അതെ അവൻ ഇപ്പൊ ആള് മുന്നോട്ട് മാത്രം നോക്കിയിട്ട് ഇതിങ്ങനെ പോണേ, പിന്നോട്ട് നോക്കാണ്ടാണ് ഇതിനർത്ഥം. അപ്പൊ ഇവിടെ ഒരു ഗ്രാൻഡ് ഐട്ടൺ നിയോസ്, അതും നല്ല ഡിമാൻഡ് ഉള്ള ഒരു വണ്ടിയാണല്ലേ. ഇതിന്റെ 2022 മോഡൽ വണ്ടിയാണ്. 2022 മോഡല്. 9,600 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 9,000 അത്ര ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ 10,000 കിലോമീറ്റർ തികച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ ഇത് പിന്നത്തെ സീറ്റ് കവറിന്റെ ഇത് മറ്റേ പ്ലാസ്റ്റിക് പോലും മാറ്റിയിട്ടില്ല. അപ്പൊ കമ്പനിന്ന് ഇറക്കണ പോലെ നമുക്ക് വണ്ടി കിട്ടില്ലേ. അപ്പൊ ഇതിന് സിംഗിൾ ഓണർഷിപ്പ് 9,000 ചില്ലാനും കിലോമീറ്റർ 2022, അതായത് കഴിഞ്ഞ വർഷം. അപ്പൊ കിലോമീറ്റർ ഏകദേശം അത്രയൊക്കെ തന്നെ ഓടുന്നുള്ളൂ, ഒരു വർഷം കുറവാ. ഓക്കെ, ഇത് മറ്റേ ആക്സിഡന്റ് ഫ്ലഡ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലാത്ത വണ്ടി, കമ്പനി സർവീസ്, അതിൽ പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇതിന് എത്രക്കാ ചോദിക്കുന്നത്? ഇത് നമ്മൾ 5,60 ചോദിക്കണല്ലോ. കേട്ടില്ലേ? 5,60 കേട്ടോ. അപ്പൊ പുതിയ വണ്ടി എടുക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റില്ല. ലോ ബഡ്ജറ്റ് ആയിട്ട് വണ്ടി എടുക്കാൻ ഫിനാൻസ് അവൈലബിൾ ആണ്. ഫിനാൻസ് കിട്ടും, ഏകദേശം 5 ലക്ഷത്തിന്റെ മേലൊക്കെ ലോൺ കിട്ടില്ലേ. പിന്നെ നമുക്ക് ഈ ഭാഗത്തൊന്ന് കവർ ചെയ്യുകയാണെങ്കിൽ ഇത് ടെറാനോ, നിസാന്റെ ടെറാനോ, പഴയ പടക്കുതിരകള്. അതായത് ഇന്ത്യയിലെ SUV-യുടെ ഒരു തരംഗം സൃഷ്ടിച്ചു തുടങ്ങിയത് ഡസ്റ്റർ, അതിന്റെ ചൂട് പിടിച്ചു വന്നിട്ടുള്ളതാണ് നിസാൻ ടെറാനോ. അവിടെ അത് കഴിഞ്ഞിട്ടാണ് ഈ കാണുന്ന ഈ SUV വിപ്ലവമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു തുടക്കക്കാരനാണ്. 2013 മോഡലല്ലേ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 1,03,000 കിലോമീറ്റർ ഓടിയേക്കണം. സിംഗിൾ ഓണർ ആണ്. അതൊരു പോയിന്റ് ആണ്. സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞെടുക്കുന്ന വണ്ടിയാണ്. 1 ലക്ഷത്തിന്റെ മേജർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റീപ്ലേസാ, വേറെ മേജർ കംപ്ലൈന്റ് ഒന്നും. ഈ വണ്ടിയുടെ ഒക്കെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് നല്ല സാധ്യ കംഫർട്ടാണ് വണ്ടിയിൽ ഡ്രൈവ് ചെയ്യാനൊക്കെ. ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെയാണ്. നിസാന്റെ ടെറാനോ XL. അപ്പൊ ഇതിന് പ്രൈസ് എത്ര വരുന്നത്? ഇതിന് 4,40 ചോദിക്കണേ. അഡ്ജസ്റ്റബിൾ ആണ് റേറ്റ്. ഒക്കെ നിസാര വിലക്ക് വണ്ടി കിട്ടൂട്ടോ. അതാണ് നോക്കേണ്ടത്. വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇതൊക്കെ ഒരു കാലത്തെ എല്ലാവരുടെയും സ്വപ്നമായിരുന്നു, പ്രത്യേകിച്ച് യുവാക്കളുടെ ഒരു സ്വപ്നമായിരുന്നു. ഡസ്റ്ററും ഇതും. ആ 96 മൂവിയില് നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് പോണ ഒരു ഡസ്റ്റർ, ആ ഒരു പാട്ടില്ലേ. അപ്പൊ അതും ഇതൊക്കെ ഏകദേശം സെയിം വണ്ടികളാണ്. ഒരു കാലത്തെ സ്വപ്നം തന്നെയായിരുന്നു എല്ലാവരുടെയും. ഇനി നമ്മുടെ സ്വിഫ്റ്റ്, വീണ്ടും സ്വിഫ്റ്റ് വന്നിട്ടുണ്ട്, ആൾക്കാരുടെ പ്രിയപ്പെട്ട വണ്ടി. അതെ 2016 മോഡല്, 16 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർഷിപ്പ്, 45,000 കിലോമീറ്റർ ഉള്ള സ്വിഫ്റ്റ് VXI മോഡൽ അല്ലേ. ഓക്കെ, വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ 4,35 ചോദിക്കണുള്ളൂ. 4,35 നമുക്ക് നിസ്സാര വിലക്ക് സ്വിഫ്റ്റ് എന്ന് പറയാം. നിസ്സാര വിലക്ക് സ്വിഫ്റ്റ്. ഓക്കെ, അത് തന്നെ സ്വിഫ്റ്റ് 2013. അതെ, ഇവിടെ സിംഗിൾ ഓണർ തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രണ്ട് നിന്ന് പിടിക്കാം. അതെ, സ്വിഫ്റ്റിന്റെ പിൻവശം കാണിച്ചിട്ട് സ്വിഫ്റ്റിന് ഒരു വിഷമം ഉണ്ടാ വരും. അപ്പൊ വണ്ടി വൈറ്റ് സിൽവർ. ഇത് 2013 മോഡൽ അല്ലേ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 1,05,000 കിലോമീറ്റർ ഓടിയേക്കണു. ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടി. അല്ലേ. ഓക്കെ, അപ്പൊ ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ഹിസ്റ്ററിനെ കുറിച്ച് ആലോചിച്ച ടെൻഷൻ അടിക്കണ്ട, എല്ലാം പക്കയാണ്. ഈ വണ്ടി എത്രയാണ്? 3,80,000 രൂപയ്ക്ക് ഈ വണ്ടി. ഓക്കെ, നല്ല ഒരു വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല, ഫുൾ ഉള്ള വണ്ടിയാണ്. അതുപോലെ നമുക്കൊരു ഹോണ്ട സിറ്റി ഡീസലൊക്കെ നോക്കണവർക്ക് 16 മോഡൽ സിംഗിൾ ഓണർ. ഈ കളർ എന്താ? മുന്തിരി കളർ. മെറൂൺ.
മെറൂൺ കളർ. ഈ കളർ ഒരു റോയൽ കളറാണ്. ഹോണ്ട സിറ്റി നല്ല ഡിമാൻഡുള്ള വണ്ടി കേട്ടോ. ഒരുപാട് മൈലേജ് ഉണ്ടാവും അത്യാവശ്യം. ഡീസലാണ്, മൈലേജ് ഉണ്ട്, റിലയബിലിറ്റി മുട്ടണ്ട. ഇതിന് എത്രയാണ് ചോദിക്കണത്? ഇത് 6,50,000 ചോദിക്കുന്നത്. ചെറിയ നെഗോഷ്യബിൾ ആണ് റേറ്റ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഹോണ്ട സിറ്റി 6.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ലോണും അവൈലബിൾ ആണ്. അതാണ് മെയിൻ, ലോണും അവൈലബിൾ ആണ്. 75,000 കിലോമീറ്റർ, 2016 കമ്പനി സർവീസ്, ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വണ്ടി. അതായത് സെഡാനില് ഹോണ്ട സിറ്റി അല്ലേ? സെഡാനില് ഹോണ്ട സിറ്റി അല്ലെങ്കിൽ നിങ്ങൾ വില പ്രീമിയം വണ്ടികളിലേക്ക് പോകണം. സെഡാനില് ഹോണ്ട സിറ്റി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ. ഒരുവിധം വണ്ടികളൊക്കെ നമ്മുടെ ഇവിടെ കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടികളൊക്കെ ഒരുവിധം വണ്ടികളൊക്കെ ഉള്ളൂ. പിന്നെ പഴയ വണ്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഒരുവിധം മോഡലുള്ള വണ്ടിയൊക്കെ ഒരുവിധ മോഡലുകളൊക്കെയാണ്. ഇനി നമുക്ക് ഇവിടെയുള്ള ഈ സ്വിഫ്റ്റ് ഇപ്പൊ 2 കാണിച്ചാൽ ഒരു ബ്ലാക്കും കൂടി ഒരു ബ്ലാക്കും കൂടി നമുക്ക് കാണിക്കാം. കോംബോ കളർ ആയിട്ടെ വരൂ. നേരത്തെ കണ്ടിലേക്ക് നമ്മുടെ ക്യാമറമാനെ അങ്ങോട്ട് പോയേനെ. നല്ല അടിപൊളി ബ്ലാക്ക് വണ്ടി കേട്ടോ. 2014 മോഡല് സിംഗിൾ ഓണർ അല്ലേ? കമ്പനി സർവീസ് വണ്ടി തന്നെ. ഈ ബ്ലാക്കിനൊരു അഴകാണ്. അതായത് ബ്ലാക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമ്മളും എന്റെ വണ്ടിയും ബ്ലാക്ക് വണ്ടിയാണ്. ഫിഗോ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷെ നമ്മൾ പറഞ്ഞ അണിഞ്ഞൊരുങ്ങി ഇറങ്ങിയാൽ അവനഴിയിലെ മമ്മൂട്ടി അല്ലെ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ സ്വിഫ്റ്റ്. അതായത് സ്വിഫ്റ്റ് ആഗ്രഹിച്ച് സ്നേഹിച്ച് കിടക്കുന്ന ആൾക്കാർ ടോപ്പിന്റെ വേരിയന്റ്, അതും ബ്ലാക്ക് കളറ്, 2014 മോഡല്, സിംഗിൾ ഓണർ, കമ്പനി സർവീസ്. ഈ കൊല്ലം എന്താ വേണ്ടത്? ഇനി റേറ്റ് മാത്രം ഒന്ന് പറഞ്ഞാൽ 4,35 4,35,000 രൂപയ്ക്ക് നല്ല ബ്ലാക്ക് അടിപൊളി ഫുൾ ബ്ലാക്ക് ഇട്ടാ. ഉള്ളിലും ഇന്റീരിയറും ബ്ലാക്ക് ആണ്. അടിപൊളി വണ്ടി, നല്ല രസമായിട്ടുണ്ട്. അത് കാണാൻ ബ്ലാക്ക് കണ്ടാ ഞാൻ വീഴും. അത് ബ്ലാക്ക് എപ്പോഴും നല്ല കണ്ടാണ്. ഒന്ന് നമ്മളൊന്ന് കൊണ്ടുനടന്നു കഴിഞ്ഞാൽ സൂപ്പറാണ്. എവിടേക്കെങ്കിലൊക്കെ പോകാനായാലും ഫോട്ടോഷൂട്ടിനൊക്കെ ആയാലും രസമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇത്രയും ആയ സ്ഥിതിക്ക് നമ്മൾ ഈ സ്വിഫ്റ്റിൽ വെച്ചിട്ട് ഈ എപ്പിസോഡ് വൈൻഡ് ചെയ്യാണ്. ഇനിയും വണ്ടികളുണ്ട്. കാരണം ഒരുപാട് ടൈമായ ആൾക്കാർക്ക് കാണാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറുത്ത സ്വിഫ്റ്റിൽ നല്ലൊരു അവസാനം നമ്മൾ കൊണ്ടുവരാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വണ്ടികളുണ്ട്. അത് നമ്മൾ 3ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ അത് കാണിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.